സിബി 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 എവിടെയാ? സിബി 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 ടാ എവിടെയാടാ? സിബി 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 ചെറുക്ക എണീക്കടാ. എന്തുവാടാ ഇത്? ഒന്ന് എണീക്കടാ. നീ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വന്നാണോ? എന്താ ആൻസി, എന്താ കാര്യം? നീ എന്നെ ഉണ്ടാക്കാനാണ് ഇവിടെ വന്ന് കിടക്കുന്നേ? നിന്റെ അടുത്ത് മനുഷ്യർക്ക് ആർക്കെങ്കിലും കിടക്കാൻ പറ്റുമോ? ഓ, എന്തൊരു കൂർക്കം വലിയ. ഇതിലും ഭേദം നമ്മുടെ ജനറേറ്ററാ. പോവാ, നേരം പോയി വാ, നമുക്ക് ഒട്ടും സമയമില്ലാട്ടാ. ദേ നീ വന്നേ, നമുക്ക് വേഗം പുറത്തേക്ക് ഇറങ്ങാനുള്ളതാ. നീ വാ. ഇച്ചിരി കൂടെ കഴിഞ്ഞു പോവാ ആൻസി. എന്നാ നീ ഇവിടെ കിടന്നോ, ഞാൻ പോവാ. മനുഷ്യനെ അല്ലെങ്കിൽ തന്നെ ആൻസി നിക്കേ, ഞാനും വരുവാ. ഏത് നേരത്താണോ ഇവളോട് പോരാൻ തോന്നി. ആൻസി എടി നിക്കടി. നാളെ ഞായറാഴ്ച ആയിട്ടെ, കുറെ പരിപാടി ഉള്ളതാ. എന്ത് പരിപാടി? അതൊക്കെയുണ്ട്. ജോണച്ചനെ ജയിലിൽ പോയി കാണണം, അതല്ലേ? അതെ. അതിനിപ്പോ എന്താ? അത് മിക്കവാറും നടക്കൂല. എന്താ? അമ്മാതിരി പണിയല്ലേ നീ കൊടുക്കാൻ പോണേ? ഞാനെന്തായാലും 2 ദിവസം പുറത്തിറങ്ങാൻ നോക്കണില്ല. ശരീരം നോക്കണ്ടേ? ഐസമോക്ക് 1 വയസ്സായല്ലേ? ആ, കഴിഞ്ഞ സെപ്റ്റംബറിൽ. ആ, അപ്പൊ അടുത്ത മാസം 2nd ബർത്ത്ഡേ. ചെലവുണ്ടേ? ഒന്ന് പോടാ, ചെലവ് നടത്താൻ പറ്റിയ സമയം. എന്നെ കണ്ടാ പറയില്ല കേട്ടാ, ഇത്രയും വലിയ മോളുള്ള ആളാന്ന്. ആ, പറയണ്ട. ഡി, ആ, അവരൊക്കെ പോയി കാണൂലല്ലേ? നിന്റെ ആ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താവാൻ, ഒരു പ്രതീക്ഷയില്ല. എന്താ? അതോ, അപ്പൻ ഇഷ്ടപ്പെടുമ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പം അളിയനെ പെങ്ങൾക്കും ഇഷ്ടപ്പെടൂല. പിന്നെ എങ്ങനെ നടക്കാനാ? ഇളയമോനായ ഇതാ കുഴപ്പം. ഇനിയിപ്പോൾ നടക്കുമ്പോൾ നടക്കട്ടെ. സിബി, എനിക്ക് പ്ലാന്റ് കാണുമ്പോൾ സഹിക്കുന്നില്ലടാ. ഇരിക്കേ. ചെറുക്ക, എന്റെ കണ്ണൊന്ന് നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഉപ്പന്റെ കണ്ണു പോലെ ഉണ്ട്. ആന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഈ റൂട്ട് തന്നെയല്ലേ പോണ്ടേ? അത് ശരി. അപ്പൊ നിനക്ക് വഴി അറിയത്തില്ലേ? ജോണച്ചനുള്ളപ്പോ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ മറന്നു. ഇതിൻ്റെ അകത്ത് കയറിയ തെക്കും വടക്കൊന്നും അറിയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് നേരാ. റൂട്ട് മാറിയോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്. എന്നാ വെച്ച് നോക്കാനാ? അതിനാണ് ഈ സുന സായിപ്പ് ഉണ്ടാക്കിയതാ. വലിയ അമേരിക്കക്കാരിയായിട്ട് നിനക്കിതൊന്നും അറിഞ്ഞൂടെ? നോക്കട്ടെ. ഈസ്റ്റ്. ഓക്കെ, നാവിഗേഷൻ ലോഡാ.
കറക്റ്റ് അല്ലേ? ആ ഇതിലേ ഓ നേരത്തെ ഈ പണ്ടരം തെളിച്ചു വെച്ചോണ്ട് ചാർജ് മൊത്തം പോയി. റൂട്ട് കറക്റ്റാ ആണല്ലേ? ബാ. ആൻസി, എന്നാൽ ഈ പ്ലാന്റ് എങ്ങനെ ഇത്രയും ഡാമേജ് ആയേ? ഞാൻ കാണുമ്പോഴൊക്കെ എന്ത് നീറ്റായിരുന്നു. ഇതൊരുമാതിരി പൊട്ടിപ്പൊളഞ്ഞ് ശവപ്പറമ്പ് പോലെയായി. ഇതിനി ശരിയാക്കാൻ പറ്റുമോ? വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? ഇതേതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ. എന്താ ആൻസി? ഫ്ലാഞ്ച് ക്ലോസ്ഡ്. ആൻസി, ഇനി എങ്ങനെ പുറത്തിറങ്ങും? സിബി, സിബി, എടാ എടാ എടാവേ. എന്താ ആൻസി? ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്നോട് ഞാനത് പറയണ്ടെന്ന് വെച്ചിരുന്നതാ, പക്ഷേ എടാ അത് പിന്നെ നീ എന്നെ പ്രാന്താക്കാതെ പറ ആൻസി. ഓൾറെഡി ഇത് തുറക്കാത്തതിന്റെ ടെൻഷനില്ല ഞാൻ. പെട്ടെന്ന് പെൻഡ്രൈവ് എടുത്തിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്. പക്ഷെ എത്തുന്നതിൻ്റെ ഇടയിൽ സമയം നോക്കാൻ വിട്ടുപോയി. എൻ്റെ മിസ്റ്റേക്കാ. എടി നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇങ്ങനെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. സിബി, 2 മണിക്കൂറിനുള്ളിൽ ഈ പ്ലാനിൽ പ്രഷർ ടെസ്റ്റാണ്. അതുള്ളതുകൊണ്ടാണ് അവർ ഈ ഫ്ലാഞ്ച് ക്ലോസ് ചെയ്തത്. ഇനി ഈ ഡോറ് തുറക്കില്ല. എന്റെ ആൻസി, എനിക്ക് പേടിയാവുന്നു. നമ്മൾ ഇനി എങ്ങനെ പുറത്തിറങ്ങാനാ? എടാ, എനിക്കും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഓർത്തിട്ടാ എനിക്കിപ്പോ ടെൻഷൻ. അതിനി എന്താ? എടാ,
എടാ അത് നീ കാര്യം പറ ആൻസി. എടാ അത് പിന്നെ എടാ 2 മണിക്കൂറിനുള്ളിൽ ഇതിൽ കൂടി പോകാൻ പോകുന്നത് 30,000 PSI പ്രഷറിൽ എയറും വാട്ടറുമാണ്. അതേടാ സിബി, അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് പോയി ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിച്ചത്. എന്താണ് ഈ 30,000 PSIയുടെ കണക്ക്? സാധാരണ മാക്സിമം 3,000 അല്ലേ കയറ്റി വിടുന്നേ, ഇതെന്തെങ്ങനെ? 3,000 PSI കണക്ക് കാണിച്ച് 30,000 PSI കയറ്റിവിട്ട് ഈ പ്ലാന്റ് യൂസ്ലെസ് ആണെന്ന് കാണിച്ച് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ് അവരുടെ പ്ലാൻ. ഈ കാര്യമാണ് സന്ദീപ് സാർ എന്നെ വിളിച്ച് പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് ഡേവിഡ് ഈ പെൻഡ്രൈവ് ഇരിക്കുന്നതിന്റെ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നത്. ആ കാര്യമാണ് ഞാൻ നിന്നോട് പുതപ്പിച്ച് പറഞ്ഞത്. ഹരി ഈ പ്ലാന്റ് നശിപ്പിക്കും, അത് നമുക്ക് തടയണടാ. എങ്ങനെ? അതിന് നമ്മുടെ കയ്യിലുള്ള ആ ഡോക്യുമെന്റ്സ് ലോകത്തെ കാണിച്ചേ പറ്റൂ. അതിന് നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തെത്തണം സിബി. നീ ഫോണിങ് തന്നെ. എന്താ? റേഞ്ച് ഇല്ല. എമർജൻസിയിൽ വിളിക്ക്. കിട്ടിയാ? ആരും എടുക്കുന്നില്ല. അതെന്താ? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ദൈവമേ, മൊബൈൽ നെറ്റ്വർക്കും ഇല്ലേ? ഇല്ലടാ, കഷ്ടി ഒരു കട്ട റേഞ്ചേ ഉള്ളൂ, അതും വന്നും പോയി നിൽക്കുക. നിനക്കൊന്നും വരത്തില്ലടാ. ഡാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മളിപ്പോ ഇരിക്കുന്നത് ഈ പൈപ്പിന്റെ ഒരറ്റത്താണ്. ഇത് റണ്ണിങ് പ്ലാന്റ് അല്ലാത്തതുകൊണ്ടും ഇന്ന് സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ടും ഇവര് പൂട്ടിയിട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരത്തില്ല. തീർന്നിട്ടില്ല, അതിലും വലിയൊരു പ്രശ്നമുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ പ്രഷർ ടെസ്റ്റ് സ്റ്റാർട്ട് ആവുമെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഈ പൈപ്പ് മൊത്തം വെള്ളം ഫില്ലാവും. വെള്ളം ഫില്ലാവുമ്പോൾ നമ്മൾ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? നടക്കുന്ന പരിപാടിയാണോന്നറിയില്ല. നീ പറ. ഇതിലെ പോയി കമ്പനിയുടെ പ്ലാന്റിലെത്തുക. അവിടെ ആരെങ്കിലും കാണും. ഇപ്പൊ സമയം എന്തായി? 10:30. 12 മണിക്ക് മെയിൻ പൈപ്പ് ലൈൻ അവർ ഫ്ലാഞ്ച് വെച്ച് ക്ലോസ് ചെയ്യും. സോ നമ്മുടെ മുന്നിൽ 1.5 മണിക്കൂറുണ്ട്. അതിനുള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയ നമ്മൾ രക്ഷപ്പെടും. എന്നാ നേരം കളയണ്ട, വിട്ടാലോ? എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സിബി കാര്യങ്ങള്. വലിയ റിസ്ക് ആണ്. നമ്മള് ഇതിനകത്തോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ വ്യത്യാസം കാണിച്ചുകൊണ്ടേയിരിക്കും. വെള്ളം ഫ്ലോ ആയില്ലെങ്കിൽ പോലും പൈപ്പിനകത്ത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടായാൽ നമ്മുടെ ബ്ലഡ് വെസൽസ് പൊട്ടും. പിന്നെ ചെവിയുടെ ഇയർ ഡ്രംസ് പൊട്ടും. മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എയർ സർക്കുലേഷൻ പോലും കാണത്തില്ല. ഉള്ളിലേക്ക് പോകുന്തോറും ലൈക്ക് ഓക്സിജൻ ഇല്ലാത്ത കിണറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ, സഫക്കേഷൻ ഒക്കെ ഇല്ലേ, അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എടി, വേറെ വഴിയില്ലെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അതല്ലേ നല്ലത്. ഉറപ്പാണോ? എങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻസ് എടുക്കാനുണ്ട്. എന്ത് പ്രിപ്പറേഷൻസ്? പറയാം. നീ നിന്റെ വാച്ചിങ് എടുക്ക. ടൈമർ സെറ്റ് ചെയ്യണം.
ഇനി അങ്ങോട്ടുള്ള ഓരോ മിനിറ്റും കാൽക്കുലേറ്റഡ് ആയിരിക്കണം. കാൽക്കുലേഷനിൽ പോയില്ലെങ്കിൽ എത്തില്ല സിബി. എത്ര മിനിറ്റ്? 90 മിനിറ്റ്. ഈ 90 മിനിറ്റിൽ എന്ത് വില കൊടുത്തും നമ്മൾ പുറത്തെത്തണം. അല്ലെങ്കിൽ ഈ പൈപ്പ് മൊത്തം വെള്ളം നിറഞ്ഞ് ശ്വാസം മുട്ടി നമ്മള് ഒന്നും വരില്ലെന്ന് വിശ്വസിക്കാം. നീ വാ. പോവാം.